ഓക്കെ, അതെന്ന് പറയുന്നത് ജിയോഡസിക് ഇക്വേഷൻ ആണ്. ജിയോഡസിക് ഇക്വേഷൻ പേര് okay. So what actually mean by a geodesic equation is ഏത് സർഫസിലും ഏത് സ്പേസ് ടൈമിലും ഉണ്ടാവുന്ന ഷോർട്ടസ്റ്റ് പാത്തിനെയാണ് നമ്മൾ ജിയോഡസിക് എന്ന് വിളിക്കുക. ഓക്കെ, ഷോർട്ടസ്റ്റ് പാത്ത് ഇൻ എനി സർഫസ് ഓർ എനി ജോമെട്രി ഓർ എനി സ്പേസ് ടൈം. ഓക്കെ, അപ്പം ഷോർട്ടസ്റ്റ് പാത്ത് എളുപ്പമാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇറ്റ് ഷുഡ് ബി എ സ്ട്രെയിറ്റ് ലൈൻ ഇഫ് ഇറ്റ്സ് പാത്ത് ഇസ് ഫ്ലാറ്റ് ആണെങ്കിൽ നമുക്കറിയാം അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ബട്ട് ഇഫ് യു ആർ ലുക്കിംഗ് ഇൻ സിലിണ്ടർ പോലുള്ള സ്ഥലത്ത് സിലിണ്ടറിക്കലായ സർഫസിൽ അല്ലെങ്കിൽ സ്പെറിക്കൽ ആയിട്ടുള്ള സർഫസിലാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. ഷോർട്ടസ്റ്റ് പാത്ത് വിൽ നോട്ട് ബി എ സ്ട്രെയിറ്റ് ലൈൻ. സോ ഇറ്റ് ഈസ് വി നീഡ് ടു ഫൈൻഡ് ദ ജനറൽ ഫോം ഓഫ് എ ജിയോഡസിക് ഇറസ്പെക്റ്റീവ് ഓഫ് ദി സ്പേസ് ടൈം. ഓക്കെ, ഏതാണ് സ്പേസ് എന്ന് നോക്കാതെ തന്നെ നമുക്ക് ആ ജിയോഡസിക് ഇക്വേഷൻ ഉണ്ടാക്കാം. എന്നിട്ട് ആ സ്പേസിൻ്റെ പ്രോപ്പർട്ടി കൊടുത്താൽ നമ്മുടെ ജിയോഡസിക് ഇക്വേഷൻ കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഐ വിൽ ജസ്റ്റ് എക്സ്പ്ലെയിൻ വാട്ട് എ ജിയോഡസിക് ഇസ്. ഇറ്റ് ഈസ് the particular geometry. This is the shortest path in the particular geometry. So we will be following സത്യപ്രകാശിൻ്റെ ബുക്ക് തന്നെയാണ് നോക്കുന്നത്. പക്ഷേ ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ ലോട്ട് ഓഫ് മിസ്റ്റേക്സ് ഇൻ ദ ഇൻഡിസസ്. ഓക്കെ, ബട്ട് also be careful while handling the indices. Okay, so in Euclidean three-dimensional space, I'll just write that in Euclidean three-dimensional space, the path of a shortest distance between two fixed points is a straight line. Of course, it's a straight line. So here we shall generalize this fundamental concept to all Riemannian spaces. ഇപ്പോൾ യൂക്ലീഡിയൻ ത്രീ ഡയമെൻഷണൽ സ്പേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന നമ്മുടെ സർഫസ് എക്സ് വൈ സെറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സർഫസ്, അതിൻ്റെ തന്നെ എക്സ്റ്റൻഷനാണ് മിൻഗോസ്കിയൻ സ്പേസ്. ദാറ്റ് ഇസ് എ 4-dimensional ഫ്ലാറ്റ് സ്പേസ് ടൈം. ഓക്കെ, ഇതേ സാധനത്തിൻ്റെ തന്നെ കർവേച്ചർ വരുന്ന സമയത്താണ് നമ്മൾ എന്തിനെ വിളിക്കുന്നത്, അതിനെ റീമാനിയൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ബിക്കംസ് Riemannian. It's a Riemannian geometry. Okay, അപ്പം ഇങ്ങനെ അപ്പോൾ നമുക്കറിയാം you know the equation of a straight line, that is just simply mx plus c അല്ലേ, y equal to mx plus c എന്നുള്ളതാണ് straight line equation. അത് it is strictly for the Euclidean space. We need to generalize it to all kinds of space times. അപ്പോൾ അതുകൊണ്ട് ആ സ്പേസ് ടൈമിനെ കുറിക്കുന്ന എന്തെങ്കിലും നമ്മുടെ ഇക്വേഷനിൽ വേണം അല്ലേ. അങ്ങനെ നമ്മുടെ സ്പേസ് ടൈമിനെ കുറിക്കുന്ന സാധനമാണ് നമ്മൾ നമ്മൾ എഴുതിയ മെട്രിക് ടെൻസറുകൾ. ഓക്കെ, മെട്രിക് ടെൻസേഴ്സ്, ജി മ്യൂന്യൂസ്, ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്, ദാറ്റ് ഈസ് ക്രിസ്റ്റഫൽ സിംബൽസ്, ഇവരെല്ലാവരും ഉൾപ്പെടുന്ന ഒരു ഇക്വേഷനാണ് നമ്മൾ വി ആർ ട്രൈയിങ് ടു സോൾവ്, നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരൊക്കെ പഠിച്ചത്, നമ്മൾ മെട്രിക് ടെൻസറിനെ പഠിച്ചു. സോ മെട്രിക് ടെൻസർ ആക്ച്വലി ഗിവിംഗ് യു ദ ഐഡിയ ഓഫ് ഹൗ ദ സ്പേസ് ബിഹേവ്സ് ബിറ്റ്വീൻ എക്സ്, വൈ ആൻഡ് സെഡ്. ഓക്കെ,
അതിന് കർവേച്ചർ ഉണ്ടോ, ഫ്ലാറ്റ് ആണോ എന്നുള്ളതൊക്കെ കാണിക്കുന്നത് ആരാണ്? ജി മ്യു ആണ്. ഓക്കെ. Of course, we need derivatives for that, for a differential equation to solve. So that's the differentials will be there. So that can be the Christoffel symbols. You know the Christoffel symbols now. Okay. അപ്പം ഇതെല്ലാം കൂടി ചേർന്ന ഒരു ഡെറിവേഷനാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് കുറച്ച് ഇതുവരെ ചെയ്തതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഡെറിവേഷൻ ആണെന്ന് തോന്നുന്നു. സോ ലെറ്റ് us do it together. ഓക്കെ, റെഡിയാണ്? പേപ്പറും പെന്നൊക്കെ എടുത്ത് റെഡിയാണോ എല്ലാവരും? റെഡിയാണോ? യെസ്, നോ? ഓക്കെ, ശരി. So we have, starting with the definition, the path of extremum that could be either maximum or minimum. Extremum, distance between any 2 points in Riemannian space. Is called a geodesic. Okay. Now, thus a geodesic is determined by the condition that the path between two fixed points A and B is given by. Okay. So what's actually the path? Path is given by the line element is ds. I have to integrate it over ds. So this is the length A to B. Okay, A to B ds is the length. Okay, the differential length of from a some point to some point, and you are setting it from A to B. Okay, so this quantity should be a minimum അല്ലെങ്കിൽ extremum ആയിരിക്കണം. This quantity should be an extremum. Means delta of this quantity should be equal to 0. So this is a fundamental variational principle. ഏത് സാധനവും നമ്മുടെ നേച്ചർ എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യുന്ന പറയുന്ന ഒരു തരം വാരിയേഷണൽ പ്രിൻസിപ്പിളാണിത്. എപ്പോഴും എന്ത് കാര്യത്തിലും. സോ യു ക്യാൻ സീ ദിറ്റ് ഇൻ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ, യു ക്യാൻ സീ ദിസ് ഇൻ quantum mechanics, you can see it in many places. You can see this idea of variation principle. Okay. Okay. So we write this delta of this A to B ds is equal to 0. So delta represents the variation symbol. Okay. This is the second. ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ ക്ലാസ്സിലാണ്. ഞാൻ 5 മണിക്ക് വിളിക്കാം. ഓക്കെ, തിരിച്ചു വിളിക്കാം.
Okay. What's the next one? Okay. So what is ds? So we need to know the ds. ds എന്ന് പറയുന്നത് നമുക്കറിയാം. So that is this quality, this ds അറിയില്ല, but we can write ds square, which is equal to g mu nu dx mu. Okay. So we can derive this ds from this ds square. Okay. ഇതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. So this is the ds square of the Riemannian space. Okay. So we need to find the delta of this ds. Okay. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? We simply differentiate this expression. ഈ എക്സ്പ്രഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. Okay. So I'm writing the differential. So this is a square of this quantity. So I can write this as a 2 times ds into some change in that function. Okay. So നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് ds ആണ്. അപ്പോൾ ds കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. I'm going to differentiate this. Differentiating 1. Okay. So this will be, expression will be 2 ds square ആണ്. That becomes 2 ds into delta of ds, which is equal to അപ്പുറത്തുള്ളതൊന്നും s ന്റെ ഫങ്ഷൻസ് അല്ല. അതുകൊണ്ട് we can write something like this is the derivative delta of g mu nu, keeping these terms constant, dx mu plus we can have a g mu nu into delta of dx mu into dx mu plus g mu nu into dx mu into delta of dx mu. Okay. So this is ഈ സ്റ്റെപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്താ ചെയ്തത്? I am just differentiating this. So for everywhere I can find the differential. This becomes 2 ds into delta ds. So this is I cannot differentiate with respect to this. So I write delta of g mu nu dx mu here plus g mu nu into delta of dx mu here. Finally g mu nu dx mu into delta of dx mu. Okay. സോ അടുത്ത സ്റ്റെപ്പിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് എടുക്കാം. സ്റ്റെപ്പിൽ ഡെൽറ്റ ഓഫ് ജി മീനുവിനെ ഞാനൊന്ന് മാറ്റി പരിഷ്കരിച്ച് എഴുതാൻ വേണ്ടി പോവാണ്. ഓക്കെ. സോ ദിസ് ഐ ആം ഗോയിങ് ടു റൈറ്റ് ദിസ് ഡെൽറ്റ ഓഫ് ജി മീനു ഈസ് ഈക്വൽ ടു it's dou g mu nu by some dou x sigma of delta x sigma. Okay. So I'm with respect to that line element in the differential പകരം I'm writing it with a differential with a coordinate into delta of that coordinate. Okay. Simply writing without writing delta of g mu nu എന്നുള്ളതിന് പകരം I'm writing this is dou g mu nu with respect to dou x sigma. So sigma is a new index because we have already used mu and nu. So in a third index here, dou x sigma into delta x sigma. Okay. So we removed the idea of delta of g mu nu, rather it's changed to some differential with respect to a position coordinate. Okay. അപ്പം ഈ സ്റ്റെപ്പിന് ഇതിന് പകരം അതിനെ മാറ്റി എഴുതാം. വേറെ ഒന്നും ആ സ്റ്റെപ്പിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. സോ അത് മാറ്റി എഴുതി എന്താ പറയാം? സോ ദിസ് ഇസ് ഈക്വൽ ടു some 2 ds
delta of ds is equal to, you have a dx mu and dx nu is already there. Then I have this dou g mu nu over dou x sigma into delta x sigma plus g mu nu dx mu into delta of dx nu plus g mu nu into delta of dx mu into dx nu. Like, okay. So now dividing throughout by 2ds. എല്ലാ രണ്ട് സൈഡിലും 2ds ഉണ്ട്, അതായത് ഈ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം 2ds. Okay. So what happens? Here we go. That becomes, yeah, so here it becomes delta of ds is equal to 1 upon 2 into 1 over ds of this entire quantity. Okay, so I can club this ds to any of this. എല്ലാ ഈ പറയുന്ന 3 ടേമുകളിലേക്ക് കൂടെയും എനിക്ക് അതിനെ ആ ds നെ ചേർക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ചേർത്തിട്ടാണ് ഇനി എഴുതാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ചേർത്ത് എഴുതുന്ന നോക്കിയോ. dx mu by ds dx nu dou g mu nu by dou x sigma delta x sigma plus g mu nu dx mu by ds delta of dx nu plus g mu nu delta of dx mu into dx nu by ds. ഓക്കെ, അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഡി എസിനെ ഞാനിവിടെ I put it in terms of dx mu കൂടെ എഴുതി, dx mu by ds എഴുതി. ഇതിനൊന്നുമില്ല, മാർക്ക് ചെയ്യാം. dx mu by ds എഴുതി, ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. ഈ സ്റ്റെപ്പ് അത് അതേപോലെ തന്നെ g mu അങ്ങനെ തന്നെ എഴുതി. ഇവിടെ ഒരു dx mu by ds എഴുതി, ഡെൽറ്റ ഓഫ് dx nu എഴുതി. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പിലും these two terms are intact and this you have a ds. Okay, so now I am additionally going to give ds. ഒരു ഡി എസും കൂടെ ഞാൻ ഇതിന് എക്സ്ട്രാ വേണ്ടി കൊടുക്കാൻ വേണ്ടി പോവാണ്. നോക്കിക്കോ, അതായത് ഇതിന് എല്ലാറ്റിനും കൂടെ ഒരു ഡി എസും കൂടെ ഡിവൈഡ് ചെയ്യും. ഡി എസ് ഓക്കെ, അപ്പോൾ ആക്ച്വലി ഒരു ഡി എസ് അഡീഷണൽ ആണ്. ആ അഡീഷണൽ ആയ ഡി എസിനെ കൊണ്ട് ഇവിടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യും ഡി എസ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്റ്റെപ്പ് ആദ്യം ചെയ്തത് എന്താണ്, ഇവിടെ നിന്നുള്ള ഡി എസിനെ അപ്പുറം ഒന്ന് 1/2 അവിടെ തന്നെ കിടപ്പുണ്ട്. ആ ഡി എസിനെ ഞാൻ ആദ്യം ഡി എക്സ് മ്യൂവിൻ്റെ ചോടെ എഴുതി, ഇവിടെയും ഡി എക്സ് മ്യൂവിൻ്റെ ചോടെ എഴുതി, ഇവിടെയും ഡി എക്സ് ന്യൂവിൻ്റെ ചോടെ എഴുതി. ഓക്കെ, ദെൻ ടു മേക്ക് എ സിമെട്രിക് ഐ മേക്ക് അനദർ ഡി എസ് ഹിയർ ആൻഡ് ഹിയർ ആൻഡ് ദെൻ ഐ മൾട്ടിപ്ലൈ വിത്ത് ഡി എസ്. സോ ദിസ് യെല്ലോ വിൽ ക്യാൻസൽ ഓഫ്. ഓക്കെ, അതാണ് സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ്.
ഓരോന്നും മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. അപ്പം മനസ്സിലാക്കി പിന്നെ അത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ അങ്ങ് പോയിട്ട് പരീക്ഷിക്കുക. ഓക്കെ, വെൽ delta ds is equal to this. അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ just change one quantity, that is if you have a term like delta of dx mu by ds എന്നൊരു ടേം ഉണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ. അതുപോലെ തന്നെ ഡെൽറ്റ ഓഫ് ഡി എക്സ് ന്യൂ ബൈ ഡി എസ് എന്നൊരു ടേം ഉണ്ട് അല്ലേ. ഐഡന്റിഫൈ ചെയ്ത രണ്ട് ടേമുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഇതാണ്, ഡെൽറ്റ ഓഫ് ജി എക്സ് മ്യൂ ബൈ ഡി എസ് എന്ന് പറയുന്ന ടേം ഇവിടെ ഉണ്ട്. ഓക്കെ, അനദർ വൺ ഇസ് ഡെൽറ്റ ഓഫ് ഡി എക്സ് മ്യൂ ബൈ ഡി എസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എന്ത് ചെയ്യണം? അതിനെ ഇങ്ങനെ റീപ്ലേസ് ചെയ്യണം. ദിസ് ഇസ് ഈക്വൽ ടു, ഞാൻ ഇപ്പുറത്തെ സൈഡിൽ എഴുതുന്നതുള്ളൂ, ദിസ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എസ് ഓഫ് ഡെൽറ്റ എക്സ് മ്യൂ. ഈ ഡിഫറൻഷ്യലുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, ഇൻ്റഗ്രൽസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഒരു ഇൻ്റഗ്രൽ ഒരു ഡിഫറൻഷ്യൽ ഉണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ഫസ്റ്റ് ഡിഫറൻഷ്യൽ ദെൻ ഇൻ്റഗ്രൽ, ഓർ ഇൻ്റഗ്രൽ ഫോർ ഡിഫറൻഷ്യൽ ഇറസ്പെക്റ്റീവ്. അതേപോലെ തന്നെ ഇവിടെ രണ്ട് ഡിഫറൻഷ്യൽസ് ഉണ്ടെങ്കിൽ ഡി ബൈ ഡി എസ് ഉണ്ട്, ഡെൽറ്റ ഉണ്ട്. സോ യു ക്യാൻ യൂസ് ഡെൽറ്റ ഫസ്റ്റ് ഓർ ഡി ബൈ ഡി എസ് ഫസ്റ്റ്, വാട്ട് എവർ ബി. ഓക്കെ, ആൻഡ് ദിസ് വിൽ ബി സംതിങ് ലൈക്ക് ഡി ബൈ ഡി എസ് ഓഫ് ഡെൽറ്റ എക്സ്. ഓക്കെ, ഇത് രണ്ടും ഈ മുകളിലത്തെ എക്സ്പ്രഷനിൽ കൊടുത്തിട്ട് വിശാലമായ ഡെൽറ്റ ഡി എസ് എന്ന് എഴുതിയ എല്ലാവരും. ഹലോ, കേൾക്കുന്നുണ്ടോ?
എൻ്റെ കണക്ഷൻ പോയിരുന്നു അതിനിടയ്ക്ക്, തിരിച്ചു വന്നു. ഓക്കെ, ബോർഡും പോയി കാണാൻ സാധ്യതയുണ്ട്. ബോർഡ് കാണുന്നുണ്ടെങ്കിൽ പറയണേ. ഇപ്പം ബോർഡ് വന്നോ? നോ. ഒന്ന് കാണുമല്ലോ, ജസ്റ്റ് നോക്കി. ഓക്കെ, ഒന്നുകൂടെ സ്റ്റോപ്പ് ഒക്കെ ചെയ്തിട്ട് ഒന്നുകൂടെ പ്രസൻറ്റ് ചെയ്യാം. ഇപ്പോൾ വന്നോടോ. ഓക്കെ, ഒരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യൂ, നോക്കാം കേട്ടോ. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. എന്നിട്ട് വരുന്നില്ലെങ്കിൽ നമുക്ക് കറണ്ട് ഇല്ല, ഞാനിപ്പോൾ എൻ്റെ മൊബൈലിൽ നിന്നാണ് കണക്ട് ചെയ്തത്, അതാണ് ഇത് പ്രസൻറ്റ് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ട്. ഒരു ലെറ്റസ് വെയിറ്റ് എ കപ്പിൾ ഓഫ് മിനിറ്റ്സ്. ഓക്കെ, ബോർഡ് കാണാം അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതിന് ഇപ്പോൾ പറഞ്ഞ ചേഞ്ച് കൂടെ കൊടുത്ത സ്ഥിതിക്ക് പുതിയ എക്സ്പ്രഷൻ ഇങ്ങനെ ആയിരിക്കും വരിക. ദാറ്റ് ഈസ് ഡെൽറ്റ ഓഫ് ഡി എസ് is equal to half of dx mu over ds over ds into g mu nu by dou x sigma delta x sigma plus another term will be, here it is g mu nu. കട്ടാവുന്നുണ്ടല്ലോ. ഇപ്പം ശരിയാക്കാം, കറണ്ട് വന്നു. ഞാൻ ഒരു സെക്കൻഡ് മാറ്റി കണക്ട് ചെയ്യാം, ഒരു സെക്കൻഡ്.
ഇപ്പം ബെറ്റർ അല്ലേ? ഹലോ, ഇപ്പോൾ ബോർഡ് കാണുന്നുണ്ടല്ലോ അല്ലേ? ബോർഡ് കാണുന്നില്ലേ? ബോർഡ് കാണാനുണ്ടോ? അതും കൂടെ പറഞ്ഞേ. ഓക്കെ, സോ ഞാനത് ആ ടേംസുകൾ ചേർത്ത് എഴുതാണ്. ഫസ്റ്റ് ടേമിൽ ഹാഫ് ഓഫ് ദിസ് ഡി എക്സ് മ്യൂ ബൈ ഡി എസ് ദറ്റ് ഇസ് ഹിയർ, ഡി എക്സ് മ്യൂ ബൈ ഡി എസ് ദറ്റ് ഇസ് ഹിയർ, ഡോ ജി മ്യൂ ന്യൂ ബൈ ഡോ എക്സ് സിഗ്മ ഡെൽറ്റ എക്സ് സിഗ്മ. സെക്കൻഡ് ടേമിൽ ജി മ്യൂ ന്യൂ ഹിയർ, ഡി എക്സ് മ്യൂ ബൈ ഡി എസ് ഹിയർ ആൻഡ് ദെൻ സെക്കൻഡ് ടേം. അത് നമ്മൾ മാറ്റി കഴിഞ്ഞപ്പോൾ എന്താ വന്നത്? ദാറ്റ് ഈസ് ഡെൽറ്റ ഓഫ് dx mu by ds. Okay, probably the third term will be something like g mu nu into delta of, oh sorry പിന്നെ മാറ്റിയത് അങ്ങനെയല്ലല്ലോ മാറ്റിയതല്ലേ. This has changed to, okay, delta of dx mu by ds is changed to d by ds of delta x mu. Okay, d by ds of delta. Okay, plus another term is g mu nu into dx nu over ds. Then you have a d by ds of delta x. ഇത്രയും ടേമുകൾ ഉണ്ടാവുമായിരിക്കും നമ്മുടെ പുതിയ എക്സ്പ്രഷനിൽ. ശരിയാണോ? എന്താ? യെസ് എക്സാക്ട്. പുറത്തൊരു ഡി എസ് ഉണ്ട്. Okay, so this is our delta ds. ഈ ഡെൽറ്റ ഡി എസിന്റെ വാല്യൂ നമ്മൾ പഴയ ഇക്വേഷനിൽ കൊണ്ട് കൊടുക്കാൻ പോവാണ്. പഴയ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ ഓഫ് ഇന്റഗ്രൽ ഡി എസ് ഇസ് ഈക്വൽ ടു 0 എന്നാണ്. അതിന് നമുക്ക് വേണമെങ്കിൽ എഴുതാം ഇന്റഗ്രൽ ഓഫ് ഡെൽറ്റ ഡി എസ് ഇസ് ഈക്വൽ ടു 0 എന്ന് മാറ്റാം. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു റൈറ്റ് ദാറ്റ്. നമ്മുടെ പഴയ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു. പഴയ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ഓഫ് integral a to b ds is equal to 0. So this can be written as integral of delta ds from a to b equal to 0 എന്ന് കൊടുക്കാം. സോ ഈ ഡെൽറ്റ ഓഫ് ഡി എസിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ദിസ് ഡെൽറ്റ ഓഫ് ഡി എസിന് പകരം നിങ്ങളിപ്പോൾ കണ്ടുവച്ച ഡെൽറ്റ ഓഫ് ഡി എസ് കൊടുക്കാം. ഓക്കെ, സോ യു ഹാവ് എൻ ഇന്റഗ്രൽ ഫ്രം എ ടു ബി നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് ഡി എസ്. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു 0 കൊടുത്തേ. Okay,
So I will write that expression. This will be half of integral a to b. I will some rearrangements I will make. That is dx mu by ds, dx nu by ds. Okay. Some differential of dou g mu nu over dou x sigma into delta x sigma. Okay. Plus g mu nu into dx nu over ds into d by ds of delta x mu. Okay. Plus again you have a g mu nu into dx mu over ds into d by ds of delta x nu. Okay, so this much quantity into ds, this integral which is equal to 0. ഒന്ന് അങ്ങോട്ട് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഞാനിവിടെ യെല്ലോയിൽ മാർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ മെട്രിക് ടെൻസേഴ്സ് ആൻഡ് ദെയർ ഡെറിവേറ്റീവ്സ് ടേമുകളാണ്. ഓക്കെ, വൈറ്റിലുള്ളത് സാധാരണ കോർഡിനേറ്റ് ഡിഫറൻഷ്യൽസ്. ഓക്കെ, ശരി. ഇനി നമ്മൾ ഇത് ചെയ്യാനാണ് പോകുന്നത്, ഇത് ചെയ്യലാണ് നമ്മുടെ ഡ്യൂട്ടി. സോ നൗ വി ആർ ചേഞ്ചിങ് സം വാരിയബിൾസ് ഫ്രം ദിസ് മൊമെന്റ്. Changing the dummy indices in the last two terms. Okay, first termil mu പകരം നമ്മൾ സിഗ്മ കൊടുക്കുന്നു, രണ്ടാമത്തെ ടേമിൽ ന്യൂന് പകരം സിഗ്മ കൊടുക്കുന്നു. ഓക്കെ, എഴുതിക്കോ. ചേഞ്ചിങ് dummy indices in the last two terms. ലാസ്റ്റ് ടു ടേംസ് എന്ന് പറയുന്നത് ഇതും ഇതും. ഓക്കെ, എന്താണ് അതിൽ, ഏതൊക്കെയാണ് അതിൽ ഡമ്മി ഇൻഡെക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാം. സോ യു ഹാവ് എ ന്യൂ ഹിയർ ആൻഡ് എ ന്യൂ ഹിയർ. ഓക്കെ, ആൻഡ് എ മ്യൂ ഹിയർ ആൻഡ് എ മ്യൂ ഹിയർ. ഓക്കെ, hopefully that is this dummy index here. Okay, so one will be mu sigma by mu, okay, ഞാൻ എഴുതാം. അതായത് ഫസ്റ്റ് ടേമിൽ മ്യൂന് പകരം സിഗ്മ കൊടുക്കുക, സെക്കൻഡ് ടേമിൽ ന്യൂന് പകരം സിഗ്മ കൊടുക്കാം. ഓക്കെ, അപ്പം ഈ ലാസ്റ്റ് ടു ടേമുകൾ മാത്രം എഴുതുകയാണെങ്കിൽ എന്ത് വരും? ദാറ്റ് ഈസ് പ്ലസ് ജി സിഗ്മ ന്യൂ ഡി എക്സ് ന്യൂ ബൈ ഡി എസ്. ഓക്കെ, into d by ds of delta x sigma, right? Plus second term എന്തായിരിക്കും? സെക്കൻഡ് ടേമിൽ ന്യൂന് പകരം സിഗ്മ കൊടുക്കുക. സോ ദാറ്റ് ഈസ് ജി മ്യൂ സിഗ്മ ജി എക്സ് മ്യൂ ബൈ ജി എസ് into d by ds of delta x sigma. So what we did is we changed this two variables. ഇതാണ് നമ്മുടെ ഇവിടുത്തെ മാറ്റം. ഈ ഡെൽറ്റ എക്സ് മ്യൂനെയും ഡെൽറ്റ എക്സ് ന്യൂനെയും ഞാൻ എന്താക്കി? ഡെൽറ്റ എക്സ് സിഗ്മയാക്കി. സോ ഐ ക്യാൻ പുൾ ഔട്ട് ദിസ് ടേം ഡെൽറ്റ എക്സ് സിഗ്മ ടു ഫ്രം ബോത്ത് ദീസ് ടേംസ്. ഓക്കെ, രണ്ടിനെ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം.
അങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് ആ ടേം മാത്രം എനിക്ക് എങ്ങനെ എഴുതാം, അതായത് ഈ സെക്കൻഡും തേർഡും ടേമിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ദാറ്റ് ക്യാൻ ഐ ക്യാൻ റൈറ്റ് ജി mu sigma dx mu over ds plus g sigma nu dx nu over ds both into d by ds of delta x sigma എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരത്തെ എക്സ്പ്രഷനിലെ ഈ രണ്ട് ടേമുകൾ മാത്രം മാറ്റിയിട്ട് ഈ ഭാഗം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സ്റ്റിൽ ഇറ്റ് ഗോസ് ലൈക്ക് എൻ ഇന്റഗ്രൽ ഹാഫ് ഓഫ് എ ടു ബി. ദിസ് ടേം വിൽ ബി ദർ. ഈ രണ്ട് ടേമിന് പകരം നമുക്ക് ഇവിടെ ഇപ്പോൾ എഴുതിയ സ്ക്വയർ ബ്രാക്കറ്റിലുള്ള ടേമും പുറത്തുള്ള ടേമും ഉണ്ടാവും. എന്താണ് ഇവിടെ നമ്മൾ മാറ്റം വരുത്തിയത്? നമ്മൾ ഈ ഡി ബൈ ഡി എസ് ഓഫ് ഡെൽറ്റ എക്സിനെ ഒരേ വേരിയബിൾ ആക്കാൻ വേണ്ടി ഇവിടുത്തെ മ്യൂവിന് പകരം സിഗ്മ കൊടുത്തു, ഇവിടുത്തെ ന്യൂവിന് പകരം സിഗ്മ കൊടുത്തു. ഓക്കെ, so that change will reflect in this terms, and that is here. Substitute you. Okay, so next page this is equal to half of integral a to b first term will be plus have a plus g sigma nu dx nu by ds all into d by ds of delta x sigma, close the bracket, ds is equal to 0. This into ds is equal to 0 എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ we are going to integrate this. Okay, we are going to integrate the second term by parts. അതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. എഴുതാം. Going to integrate the second term, probably right, second term by parts. സെക്കൻഡ് ടേം വെച്ചാൽ യെല്ലോയിൽ എഴുതിയത്, ഈ യെല്ലോയിൽ എഴുതിയ ടേമിന് ദ സെക്കൻഡ് ടേം, അതിനെ മാത്രം ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, അതായത് ദിസ് എ ഫസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് എ സെക്കൻഡ് ഫംഗ്ഷൻ. സോ ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ എന്ത് വരും? ഡി ബൈ ഡി എസ് ഓഫ് സം ക്വാണ്ടിറ്റി, സോ ദാറ്റ് ഈസ് ഈ ക്വാണ്ടിറ്റി മാത്രമായി മാറും. ഓക്കെ, മൈനസ് ടോട്ടൽ ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറയുമ്പോഴും ഈ പദം വരും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നോക്കാം, അത് മാത്രം എടുത്ത് ചെയ്യേണ്ടി വരും ആദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ സെക്കൻഡ് ടേമിന് മാത്രം ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ഒന്ന് എഴുതി നോക്കി, അത് ഒരു സബ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. ഓക്കെ,
അതായത് ഇൻ്റഗ്രേറ്റിംഗ് ദി സെക്കൻഡ് ടേം ബൈ പാർട്സ്. എന്താ വരിക ജസ്റ്റ് ഒന്ന് നോക്കിയേ. അപ്പം ആ ഒരു സ്റ്റെപ്പ് മാത്രം. സപ്പോസ് ഐ എം റൈറ്റിംഗ് ഹിയർ. സോ ദിസ് ഇസ് integral of a to b this g mu sigma dx mu over ds plus g sigma nu dx nu over ds into d by ds of delta x sigma എന്നാണ്. ഓക്കെ, ഇതിനെ of course into ds, ഓക്കെ. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്നത് ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഈ ടേം ആണ്, ജി മ്യൂ സിഗ്മ ഇൻറ്റു ഡി എക്സ് മ്യൂ ബൈ ഡി എസ് പ്ലസ് ജി സിഗ്മ ന്യൂ ഡി എക്സ് ന്യൂ ബൈ ഡി എസ്. ഓക്കെ, ഫസ്റ്റ് ഇൻറ്റു integral of second is simply delta x sigma because it's a d by ds delta d sigma integrating over ds, so that ds will go. Okay, so this is evaluated at two endpoints. ഏതൊക്കെയാണ് two endpoints? That is a and b minus total integral of derivative of first, that is d by ds of the entire quantity, that is this entire quantity, into integral of second, that is delta x sigma into ds. ഇതാണ് വേണ്ടത്. ഓക്കെ, ഇതിലെന്താ ഇതിന് ചെയ്തത് എന്താ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ലുക്ക് അറ്റ് ദിസ് ഡെൽറ്റ എക്സ് സിഗ്മ. ഓക്കെ, ദിസ് ഈസ് ദ വേരിയേഷൻ ഓഫ് ദ കോർഡിനേറ്റ്. സോ ഇഫ് യു ഇവാലുവേറ്റ് ദ വേരിയേഷൻ ഓഫ് ദ കോർഡിനേറ്റ് അറ്റ് ദ എൻ പോയിന്റ്സ്, ദാറ്റ് വിൽ ബി 0. രണ്ട് എൻ പോയിന്റ്സിൽ നിങ്ങൾ എക്സ് കോർഡിനേറ്റിന്റെ വാരിയേഷൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, അതിന് വാരിയേഷൻ ഉണ്ടാവില്ല. അതിൻ്റെ അർത്ഥം ഈ ടേം എന്തായിരിക്കും, ഈ ടേം 0 ആയിരിക്കും എന്ന് പറയണമെങ്കിൽ ഈ എൻ്റെ ടേം എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ഇൻറ്റഗ്രലിന് പകരം നിങ്ങൾക്ക് എന്ത് മാത്രം വയ്ക്കാം, ഒരു മൈനസ്. നിങ്ങൾ പല സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട്. ഇത് ജനറലി വാരിയേഷൻ പ്രിൻസിപ്പിൾ ചെയ്യുമ്പം എല്ലായിടത്തും ചെയ്യുന്നതാണ്. ഈ എൻ പോയിന്റ്സിലെ വാരിയേഷൻ 0 ആക്കിയിട്ട് ക്ലാസിക്കൽ മെക്കാനിക്സ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഫീൽഡ് തിയറിയിൽ ചെയ്യും, പല സ്ഥലത്തും ഇത് ചെയ്യും. ഐ ഹോപ്പ് യു റിമെമ്പർ ദാറ്റ് ടേം. ഇതേപോലെ ഒരു സെക്കൻഡ് ടേം വന്നിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം അതിൽ ഒരു വാരിയേഷൻ പാരാമീറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ വാരിയേഷൻ അറ്റ് എൻ പോയിന്റ്സ് വിൽ ബി 0 എന്ന് പറഞ്ഞിട്ട് ഈ ഇൻറ്റഗ്രൽ അല്ലാത്ത ഫസ്റ്റ് ടേമിനെ നമ്മൾ 0 ആക്കും. ക്ലാസിക്കൽ മെക്കാനിക്സിൽ ചെയ്യുന്നുണ്ട് ഇതേപോലെ. ഓക്കെ, നോട്ട് ഓഫ് കോഴ്സ് നോട്ട് വിത്ത് ദിസ് ഇൻഡിസസ് ബട്ട് വിത്ത് സം ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി. സോ ദിസ് എൻറ്റയർ സ്റ്റെപ്പ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എൻ ഇൻറ്റഗ്രൽ ഓഫ് മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇത് മാറ്റി എഴുതുകയാണ് നമ്മൾ ഇനി അടുത്തായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഹാഫ് ഉണ്ട്, ഈ ഇൻറ്റഗ്രൽ ഉണ്ട്, ഇത്രയും സാധനം ഇവിടെ ഉണ്ട്. ഇത്രയും ഇൻറ്റഗ്രലിന് പകരം വേറൊരു ഇൻറ്റഗ്രലാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇൻറ്റഗ്രൽ ഇസ് ആൾസോ ഫ്രം എ ടു ബി. ഓക്കെ, ദിസ് ഈസ് ആൾസോ ഫ്രം എ ടു ബി, നോ ഡൗട്ട്. ഓക്കെ, ഇസ് ഇൻറ്റഗ്രേറ്റിംഗ് ഓവർ ഡി എസ്. പക്ഷേ ഈ ടേമിന് പകരം എന്താ വരും, ഒരു ഇൻറ്റഗ്രൽ ഡി ബൈ ഡി എസ് എന്നൊരു ടേം വരും. ഒന്ന് മാറ്റി എഴുതി. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, മാറ്റി എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അതാണ് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എഴുതാൻ വേണ്ടി പോകുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് അവിടെ ഉണ്ട്, ഇൻറ്റഗ്രൽ എ ടു ബി. ഫസ്റ്റ് ടേം അങ്ങനെ തന്നെ നിൽക്കും, ദാറ്റ് ഈസ് ഡി എക്സ് മ്യൂ ഓവർ ഡി എസ്, ഡി എക്സ് മ്യൂ ഓവർ ds dou g mu nu over dou x sigma into delta x sigma
ഇനിയുള്ള ടേമിന് പകരം യു ക്യാൻ എക്സ്പ്രസ് എ മൈനസ് d by ds of g mu sigma into dx mu by ds plus g sigma nu into dx nu by ശരിയാണോ? ഓക്കെ, ഇത്രയും ചെയ്തിട്ട് നമുക്ക് തൽക്കാലം ഇപ്പോൾ നിർത്താം. കാരണം നമുക്ക് ഇപ്പോൾ തന്നെ കുറേ സമയമായി. കഴിഞ്ഞിട്ടില്ല, ഒരു അരമണിക്കൂറും കൂടി വേണ്ടി വരും, എന്നാലേ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് ഐ എം നോട്ട് ഡൂയിങ് ദിസ് നൗ. ഓക്കെ, അപ് ടു ദിസ് യു മേക്ക് ക്ലിയർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഡെൽറ്റ എക്സ് സിഗ്മ കോമൺ ആണ് അല്ലേ? അപ്പോൾ അതിനും കൂടെ പുറത്ത് എഴുതിയിട്ട് ഒരുമിച്ച് എഴുതാം. ആ സ്റ്റെപ്പ് കൂടെ ഞാൻ എഴുതാം. സോ ദിസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ഇൻറ്റഗ്രൽ എ ടു ബി dx mu by ds px nu by, ഞാൻ നിങ്ങൾക്കും കൂടെ ഇത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ഞാൻ എഴുതുന്നത് കേട്ടോ. നിങ്ങളതിൻ്റെ കൂടെ എഴുതണം. ഡോ എക്സ് സിഗ്മ മൈനസ്, ഇതിനെ ഞാൻ കോമൺ ആക്കി പുറത്ത് എഴുതാൻ വേണ്ടി പോവാണ്. മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് ജി മ്യൂ സിഗ്മ ഡി എക്സ് മ്യൂ ഓവർ ഡി എസ് plus g sigma nu dx nu by ds, okay, all into delta x sigma into ds. Okay, ഇനി അടുത്ത ആർഗ്യുമെന്റ് പറയാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഇന്റഗ്രൽ വാനിഷ് ചെയ്യണമെങ്കിൽ, സോ ദിസ് ഇന്റഗ്രൽ ഈക്വൽ ടു 0 എന്നാണ് നമ്മുടെ അല്ലേ ഡെൽറ്റ ഓഫ് ദിസ് വാരിയേഷൻ പ്രിൻസിപ്പിൾ. ഡെൽറ്റ ഓഫ് ദിസ് ഇന്റഗ്രൽ ഇസ് ഈക്വൽ ടു 0 എന്നായിരുന്നു. സോ ദാറ്റ് ദിസ് ഇസ് എൻ ഇന്റഗ്രൽ ഓഫ് എ ഡെൽറ്റ. സോ ദിസ് ഇസ് ഈക്വൽ ടു 0. ദിസ് 0 ആണെങ്കിൽ ഡെൽറ്റ എക്സ് സിഗ്മ കനോട്ട് ബി 0. സോ ദിസ് ക്വാണ്ടിറ്റി മസ്റ്റ് ബി 0. സാധാരണ നമ്മൾ പണ്ടൊക്കെ പഠിക്കുന്ന വാരിയേഷൻ പ്രിൻസിപ്പിൾ തന്നെയാണ് കേട്ടോ ഇത്. ക്ലാസിക്കൽ മെക്കാനിക്സ് നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടാവും. സോ ദിസ് ക്വാണ്ടിറ്റി ഇൻസൈഡ് ദിസ് യെല്ലോ ബ്രാക്കറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0 എന്ന് പറയും. അതിൽ നിന്നാണ് നമ്മൾ ഇനി ക്രിസ്റ്റോഫർ സിംബലിലേക്ക് പോകുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ്. വി വിൽ സ്റ്റോപ്പ് ഹിയർ. ഓക്കെ, സോ നെക്സ്റ്റ് ആർഗ്യുമെന്റ് ഈസ് ടു മേക്ക് ദിസ് ഇന്റഗ്രൽ ഈക്വൽ ടു 0. ദിസ് ക്വാണ്ടിറ്റി cannot be 0, so the quantity inside this yellow square bracket will be 0. So we will follow that. Okay, തൽക്കാലം ഞാനിപ്പോൾ നിർത്തുന്നു. ഇപ്പോൾ 1 മണിക്കൂറായി. ഓക്കെ, സോ വി വിൽ കണ്ടിന്യൂ ദിസ് ഇൻ ദി നാളെ തന്നെ നമുക്കിത് ഫിനിഷ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?